ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ 1,000,000 ഈശ്വരവിലാപം. പ്രശസ്ത കവി ശ്രീ വി മധുസൂദനൻ നായരുടെ വരികളുടെ അർത്ഥവ്യാപ്തി ഉൾക്കൊണ്ട ഒരാളുടെ പ്രയത്നവും പ്രയത്നത്തിൻ്റെ ഫലപ്രാപ്തിയുമാണ് തൊടുപുഴയിലെ മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ. അനാഥമാക്കപ്പെട്ടു പോയേക്കാവുന്ന ബാല്യങ്ങളെ കൈവിടാതെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും ഒരിടം. ഭയചകിതമാകാത്ത മനസ്സോടെ ഒരാശ്രയത്തിൻ്റെ തണലിൽ ജീവിക്കാൻ കുട്ടികൾക്ക് ഒരു സ്നേഹാലയം. നിരാകരിക്കപ്പെട്ട മാതൃപിതൃ സ്നേഹത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷന്റെ സ്നേഹത്തണലിൽ ഇരുന്ന് കുട്ടികൾ പാടുന്നു. ആയിരത്തി 1994 എൻ്റെ നേരെ ഇളയ ബ്രദർ ടോമി മാത്യു, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ജീവിത സാഹചര്യത്തിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്ന എല്ലാ സേവന രംഗങ്ങളും ഉടലെടുത്തത്. തീർത്തും നിസ്സഹായപ്പെട്ട അവസ്ഥയിൽ ഞങ്ങളുടെ ലോക്കൽ ടൗൺ തൊടുപുഴയിൽ അലഞ്ഞു നടന്നിരുന്ന ഒരു മനോരോഗിയായ മണിച്ചേട്ടനെ ടോമി തൻ്റെ 23-24 വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തെ തെരുവിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന് ഹോസ്പിറ്റലൈസ് ചെയ്ത് തിരിച്ച് വീണ്ടും അദ്ദേഹം പഴയ അവസ്ഥയിലേക്ക് പോകുമല്ലോ എന്നുള്ള ആശങ്കയിൽ നിന്നാണ് അദ്ദേഹത്തെ ഞങ്ങളുടെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചത്. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും ചാച്ചനും അമ്മച്ചിയും അവർ വളരെ സ്നേഹത്തോടെ മണിച്ചേട്ടനെ ഞങ്ങളുടെ വീട്ടിൽ സ്വീകരിക്കുകയും അദ്ദേഹത്തെ പരിചരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ 94 ആദ്യത്തെ അതിഥി ഞങ്ങളുടെ വീട്ടിൽ വന്നു. 95 ഞങ്ങൾക്ക് രണ്ടാമത്തെ അതിഥിയെ കിട്ടി. അദ്ദേഹത്തിൻ്റെ പേര് വാസുക്കുട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കും. അദ്ദേഹത്തെയും ഹോസ്പിറ്റലൈസ് ചെയ്ത് മണിച്ചേട്ടൻ മിടുക്കനായ ആ ഒരു സന്തോഷത്തിൽ അദ്ദേഹത്തെയും ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ വീട്ടിൽ പിന്നെ ഞങ്ങൾക്ക് വഴിയിരിക്കുന്ന കിട്ടിയ വേറെ 2 ഹിന്ദിക്കാരെ കിട്ടി. അവരെയും കൊണ്ട് വീട്ടിൽ വന്നു. അങ്ങനെ വീട്ടിൽ 4 പേരായി കഴിഞ്ഞപ്പോൾ പതുക്കെ ചാച്ചനും അമ്മച്ചിയും സമ്മതിച്ച് ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു 3 ഏക്കർ സ്ഥലത്ത് ഒരു കുഞ്ഞു വീടുണ്ടായിരുന്നു. ആ വീട്ടിലേക്ക് 1996 ജൂൺ മാസം 15-ാം തീയതി 4 മനോരോഗികളെയും കൊണ്ടാണ് ഞങ്ങൾ ഈ സേവന രംഗങ്ങളെല്ലാം ആരംഭിച്ചത്. 1998 അങ്കമാലി ടൗണിൽ ഒരമ്മയും കുഞ്ഞും, മനോരോഗിയായ അമ്മയും 8 വയസ്സുള്ള കുഞ്ഞും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്ന വാർത്ത പത്രത്തിൽ കണ്ടിട്ട് ടോമി തന്നെ അവിടെ പോയി ഒരു ജീപ്പിന് ഈ അമ്മയെയും മോനെയും റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന് അമ്മയെ നമ്മൾ സമാന രോഗാവസ്ഥയുള്ള സ്ത്രീകളെ പാർപ്പിക്കുന്ന ലവ് ഹോം എന്ന് പറയുന്നൊരു ഹോമിൽ റെസ്ക്യൂ ചെയ്ത് അവിടെയാക്കി. മോനെ നമ്മൾ കൊണ്ടുവന്നെങ്കിലും ദിവ്യരക്ഷാലയത്തിൽ നമുക്ക് മനോരോഗികളായിട്ടുള്ള മക്കളുണ്ട്. പക്ഷേ ആ കൂടെ മോനെ പാർപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളുടെ തന്നെ ഏറ്റവും വാത്സല്യമുള്ള ഒരു അപ്പച്ചനും അമ്മച്ചിയും നമ്മുടെ ദിവ്യരക്ഷാലയത്തിന് തൊട്ട് ചേർന്നുള്ള വീട്ടിൽ ആ അച്ഛനും അമ്മയും, അഗസ്റ്റിൻ അപ്പച്ചനും എലിസബത്ത് അമ്മച്ചിയും, ഈ മോനെ വളരെ സ്നേഹപൂർവ്വം ആ വീട്ടിൽ താമസിപ്പിച്ച് ആരംഭിച്ചതാണ് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ. പല സാഹചര്യങ്ങളിൽ നിന്ന് വന്ന കുട്ടികളാണ്. പലതരം സങ്കടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വന്നവരാണ്. ഭൂതകാല ഓർമ്മകളിൽ മറ്റാരോടും പങ്കുവയ്ക്കാൻ കഴിയാത്ത വേദനകൾ ഉള്ളവരാണ്. പക്ഷെ എല്ലാം മറന്ന് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിൽ ഒരു കുടുംബത്തെ പോലെ ഇവർ കഴിയുന്നു. தேடி பார்த்தேனே காணும் ஒன்று தாயே உயிர் பிரிந்தாயே என்ன தனியே தவிக்க വിട്ടായേ. കുട്ടികൾക്കെല്ലാം ഒരമ്മയുടെ സ്നേഹം നൽകാൻ ജോഷി മാത്യുവിൻ്റെ ഭാര്യ, മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷന്റെ അഡ്മിനിസ്ട്രേറ്റർ സ്നേഹ എന്ന ബിൻസി ജോഷിയുണ്ട്. ഞാൻ 13 വർഷമായി മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിൽ എത്തിയിട്ട്. പ്രൊഫഷണലി ഞാനൊരു സോഷ്യൽ വർക്കറാണ്. എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് എനിക്ക് ഈ സ്ഥാപനത്തിൽ എത്താനുള്ള ഭാഗ്യമുണ്ടായത്.
ഈ 142 മക്കളുടെ അമ്മയായിരിക്കാൻ സാധിക്കുന്നു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. സമൂഹത്തിലെ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ മക്കളായി ഇവിടെ എത്തുന്നത്. ഈ മക്കൾക്ക് സുരക്ഷിതമായ ഒരു വാസസ്ഥലവും അവരെ ഒരു നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ലൊരു ഭാവിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. ഞാൻ വരുമ്പോൾ ഇവിടെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇത്രയൊന്നും അല്ല, ഒരുപാടുണ്ട്. ഉണ്ടായ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അമ്മമാരിവിടെ ഇട്ടിട്ടങ്ങ് പോവുക. എനിക്കതിലേറ്റവും സന്തോഷമായിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ, അതായത് ബിൻസി ജോഷി. അപ്പോൾ ഒരു ദിവസം ഞാൻ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും പുള്ളിക്കാരത്തി അന്നേരം പ്രസവിച്ചതേ ഉള്ളൂ, മൂത്ത കുഞ്ഞിനെ പ്രസവിച്ചതേ ഉള്ളൂ. അപ്പോൾ അതിനെ കൊണ്ടുവന്ന് ആ ഓഫീസിൽ കിടത്തിയിട്ട്, എനിക്കിത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതിനെ കൊണ്ടുവന്ന് ഓഫീസിൽ കിടത്തിയിട്ട് ഈ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോകുന്ന കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചു എവിടെ പോകണം, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഓരോ പിഞ്ച് കുഞ്ഞുങ്ങളെ എടുത്ത് അവരുടെ പാല് അവരാ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അങ്ങനെ 3 കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് രാവിലെയും കൊടുക്കും, 3 കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം കൊടുക്കും. അങ്ങനെ 6 കുഞ്ഞുങ്ങൾക്കാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഒത്തിരി അങ്ങ് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടെ നിൽക്കാമെന്ന് ഓർത്തത്. 13 വയസ്സിൽ ഗർഭിണിയായിട്ട് വന്ന കുഞ്ഞു വരെ ഇവിടെ ഉണ്ടായിരുന്നു. അവളുടെ കുറ്റമല്ല കേട്ടോ, അവളെ ഒരു ഓട്ടോറിക്ഷക്കാരൻ കൊണ്ടുവന്ന് പീഡിപ്പിച്ചതാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്തു ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ പല സാഹചര്യത്തിൽ നിന്നും പല ബുദ്ധിമുട്ടുകളുടെ നടുവിൽ നിന്നും വരുന്ന കുഞ്ഞുങ്ങളെയാണ് ഇവർ നോക്കുന്നത്. ഇവിടെ ഓരോ കുട്ടിക്കും ആവശ്യമായ ലാളനയും സ്നേഹവും പരിഗണനയും കിട്ടുന്നു. രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയ കുട്ടികൾക്ക് പ്രത്യേകം ക്ലാസ് എടുത്ത് പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. വലിയ കുട്ടികൾക്ക് പഠനമുറികളും പഠിപ്പിക്കാൻ അധ്യാപകരുമുണ്ട്. ചിട്ടയോടുകൂടിയ ജീവിത സാഹചര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾ അതിരാവിലെ എഴുന്നേൽക്കും. എന്നും പ്രാർത്ഥനയുണ്ട്. 6 മണി മുതൽ 8 മണി വരെ പഠനം. സുഭിക്ഷമായ ആഹാരത്തിന് ശേഷം സ്കൂളിലേക്ക്. മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ അടുത്ത് തന്നെയാണ് സ്കൂൾ. നമ്മുടെ സെൻറ് റീത്താസ് ഹൈസ്കൂളിൽ മദർ ആൻഡ് ചൈൽഡിൽ നിന്നും 40ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. വളരെ മിടുക്കരായ കുട്ടികളാണ് അവരെല്ലാവരും. കഴിഞ്ഞ വർഷവും ഈ വർഷവും സംസ്ഥാന കലോത്സവത്തിൽ ബാൻഡുമേളത്തിൽ നമ്മുടെ മിടുക്കരായ കുട്ടികൾ പങ്കെടുക്കുകയും നമ്മുടെ സ്കൂളിൻ്റെ യശസ് കലോത്സവ വേദിയിൽ വിളിച്ചറിയിക്കുകയും ചെയ്തു. ഒന്നിനൊന്നിന് മികച്ചവരാണ്. എല്ലാ രീതിയിലും കലാരംഗത്ത് അവർ ശോഭിച്ചു നിൽക്കുന്ന കുട്ടികളാണ്. പൈങ്കുളം സെന്റ് റീത്താസ് ഹൈസ്കൂളിലും കല്ലാനിക്കൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലും പഠിക്കുന്ന മദർ ആൻഡ് ചൈൽഡിലെ കുട്ടികൾ നയിച്ച ബാൻഡ് മേളം ജില്ലാ കലോത്സവങ്ങളിലും സംസ്ഥാന കലോത്സവങ്ങളിലും സമ്മാനം നേടിവരുന്നു. ബാൻഡ് മേളത്തിലെ ഭൂരിപക്ഷം കുട്ടികളും മദർ ആൻഡ് ചൈൽഡിലെ കുട്ടികളാണ്. ബാൻഡ് മേളത്തിൻ്റെ പരിശീലകനായ വിപിനും മദർ ആൻഡ് ചൈൽഡിലെ അന്തേവാസിയാണ്. ഇവരുടെ വിജയങ്ങൾക്ക് മുകളിൽ സ്നേഹത്തിൻ്റെ പവിത്രധാരയുമായി മദർ ആൻഡ് ചൈൽഡ് എന്ന സ്നേഹ വീട്ടിലെ വാത്സല്യമുണ്ട്. നമ്മുടെ ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾക്ക് പോയി മാറ്റുരയ്ക്കാനും മത്സരത്തിൽ പങ്കെടുക്കാനും ആദ്യത്തെ ചില വർഷങ്ങളിൽ ബാൻഡിന് A ഗ്രേഡ് കിട്ടാനും ഒക്കെ കാരണമായി. ഇപ്പോൾ കൊറോണ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പുറത്തുനിന്നൊരു ട്രെയിനറെ വിളിച്ച് പിള്ളേർക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ തന്നെ സീനിയേഴ്സായിട്ടുള്ള 2 കുഞ്ഞുങ്ങൾ ആൽബിച്ചിനും വിപിനൊക്കെ അവൻ്റെ ജീവൻ കൊടുത്ത് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും അവരെ സബ് ജില്ലാ തലത്തിലും ജില്ലാതലത്തിലും A ഗ്രേഡ് 1ാം സ്ഥാനം വാങ്ങിപ്പിച്ച് സംസ്ഥാന കലോത്സവത്തിൽ നമ്മുടെ മക്കൾക്ക് പോയി പങ്കെടുക്കാൻ പറ്റിയെന്നും സമ്മാനാർഹരാകാൻ പറ്റിയെന്നുള്ളത്
വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. 2007 മുതൽ ഞാൻ മദർ ആൻഡ് ചൈൽഡിലുണ്ട്. ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ ഇവിടെ നിന്നാണ്. ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ ഞങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ജോഷാജൻ ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും നൽകുന്നുണ്ട്. ഞങ്ങൾ മ്യൂസിക്കിന് കുറച്ച് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം കുട്ടികളെ കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് വഴിതിരിച്ച് വിടുമ്പോൾ അവർക്കുണ്ടാവുന്ന വ്യക്തിത്വത്തിലുണ്ടാവുന്ന കുറച്ച് വികാസങ്ങൾ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ഞങ്ങൾക്ക് കുറച്ച് പുറത്തിറങ്ങാനും കുറച്ച് ആൾക്കാരെ കാണാനും അവരുമായിട്ട് സംസാരിക്കാനും ഒക്കെ കിട്ടുന്ന ഒരു അവസരമാണ്. മദർ ആൻഡ് ചൈൽഡിൽ നിന്ന് തന്നെ 36 കുട്ടികൾ സംസ്ഥാന തലത്തിൽ പങ്കെടുത്തു. അവർക്ക് സമ്മാനങ്ങൾ മേടിച്ചു കൊടുക്കാനും സാധിച്ചു എന്നത് വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. ഇത്തരമൊരു സ്നേഹാലയം ആരംഭിക്കാൻ ഒരമ്മയുടെയും അച്ഛൻ്റെയും പ്രാർത്ഥനയുണ്ട്, സ്നേഹവായ്പുണ്ട്. മക്കളുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കാത്ത ഒരമ്മയുടെ ഓർമ്മകൾ മദർ ആൻഡ് ചൈൽഡിൻ്റെ സുവർണ അധ്യായമാണ്. ഈ സ്ഥാപനം ഇങ്ങനെ തുടങ്ങിയിട്ട് 25 വർഷമായി. രണ്ടാമത്തെ മകനാണ് അതിൻ്റെ തുടക്കം. അന്നവന് വിവാഹമൊന്നും വേണ്ട, ശുശ്രൂഷ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ശുശ്രൂഷ തുടങ്ങി. 500 ആൾക്കാരുണ്ട് ഇപ്പം ഈ സ്ഥാപനത്തിൽ. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, ഒന്നിനും ഒരു കുറവുമില്ല. എങ്ങനെ നടക്കുന്നു എല്ലാവരും ചോദിക്കും. അങ്ങനെയാണെങ്കിലും ഒരു കുഴപ്പമില്ലാതെ എല്ലാ കാര്യം നടന്നു പോകുന്നുണ്ട്. മദർ ആൻഡ് ചൈൽഡിൻ്റെ ചരിത്രം വായിച്ചും കേട്ടും അറിയുമ്പോൾ ഓർമ്മിക്കപ്പെടേണ്ട പേരാണ് തോമസ് മൈലാഡൂർ എന്നത്. നമുക്ക് ഏതാണ്ട് 2000 ആണ്ടായപ്പോഴേക്കും ഈ അഗസ്റ്റിനപ്പച്ചൻ്റെയും എലിസബത്ത് അമ്മച്ചിയുടെയും വീട് വലിയ വീടായി. ഏതാണ്ട് 33 കുഞ്ഞുങ്ങളും 13 അമ്മമാരും വസിക്കുന്ന ഒരു ഇടമായിട്ട് മാറി. ആ സമയത്താണ് തികച്ചും ദൈവനിയോഗം എന്നതുപോലെ വളരെ യാദൃശ്ചികമായിട്ട് ഞങ്ങളുടെ ഒരു കസിനാണ് മിസ്റ്റർ തോമസ് മൈലാഡൂർ. അദ്ദേഹം ഒരു ഫിലാന്ത്രോപ്പിസ്റ്റാണ്. ഏതാണ്ട് 40 വർഷത്തോളം അദ്ദേഹം ഇറ്റലിയിലാണ്. അപ്പോൾ ഞങ്ങളിവിടെ ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ചൊക്കെ കേട്ടറിഞ്ഞ് അദ്ദേഹം നമ്മുടെ സേവനങ്ങൾ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ഈ 33 കുഞ്ഞു വാവകളും 13 അമ്മമാരും ഗർഭിണികളടക്കം അമ്മമാരെയും ഒക്കെ നിസ്സഹായപ്പെട്ടൊരവസ്ഥയിൽ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം അലിഞ്ഞതിൻ്റെ ഒരു പരിണിത ഫലം കൂടിയാണ് ഇന്ന് നമ്മൾ കാണുന്ന മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ. 2000 മിസ്റ്റർ തോമസ് മൈലാഡൂർ പ്രസിഡൻ്റായി മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ ഞങ്ങളൊരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്തിയാൽ ഈ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടി നല്ല രീതിയിൽ അവരെ വളർത്താനും സ്നേഹിക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഞാൻ ഉണ്ടാക്കിത്തരാം. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വന്ന ആ വലിയ സ്നേഹമാണ് ഇന്ന് നമ്മൾ കാണുന്ന, ഭൗതികമായിട്ട് നമ്മൾ കാണുന്ന മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ. മദർ ആൻഡ് ചൈൽഡിലെ അന്തേവാസികളായ കുട്ടികളുടെ ഓരോ ദിവസവും പ്രാർത്ഥനാപൂരിതമാണ്. ഒഴിവ് സമയങ്ങൾ ഉല്ലാസപൂർണമാണ്. ചെടികളും പൂക്കളും നിറഞ്ഞ പൂന്തോട്ടത്തിൽ സ്വയം തെരഞ്ഞെടുത്ത ചെറിയ ചെറിയ ജോലികളിൽ സന്തോഷം കണ്ടെത്തുന്നവർ. സേവനത്തിൽ സന്തോഷം കണ്ടെത്തി മദർ ആൻഡ് ചൈൽഡിൽ അന്തേവാസിയായി മാറിയ ജോസമ്മ വർക്കി. ഞാൻ ചെന്നൈയിൽ നിന്നാണ് വന്നത്. ചെന്നൈക്ക് 2 മക്കൾ, അവർ 2 പേരും സെറ്റിലായി നന്നായിട്ട് ജീവിക്കുന്നു. ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് വീട്ടിലൊന്നും പണിയൊന്നുമില്ല, ചുമ്മാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ഇങ്ങനെ ഇവിടെ വന്ന് സേവനം ചെയ്യാമെന്ന്. ഞാൻ മുമ്പ് 2005 മുതൽ 2012 വരെ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഇവിടുത്തെ ഹൗസ് മദർ ആയിരുന്നു. ഇപ്പോഴും ഞാൻ ഹൗസ് മദർ തന്നെയാണ്. 6:30 മുതൽ രാവിലെ 8:30 വരെ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കും. വൈകുന്നേരവും 5:30 മുതൽ 7:30 വരെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ ആസ്വദിച്ചാണ് ചെയ്യുന്നത്. ഈ കുഞ്ഞുങ്ങളോ എന്നെ അമ്മ എന്നും ആൻറ്റി എന്നും ഒക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. സേവന സന്നദ്ധരായി മദർ ആൻഡ് ചൈൽഡിൽ എത്തുന്നവർക്കെല്ലാം കുഞ്ഞുങ്ങളോടൊപ്പം കഴിയുമ്പോൾ കിട്ടുന്ന സന്തോഷം അവരുടെ ചിന്തകളെ അടിമുടി മാറ്റുന്നു. എനിക്ക് ഈ കുട്ടികളുടെ മേഖലയിൽ വർക്ക് ചെയ്യാനുള്ള ഭയങ്കരമായ താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ MNCയുടെ അക്ഷയ ഗേൾസ് ഹോമിലേക്ക് ഒരു സോഷ്യൽ വർക്കറായിട്ട് കടന്നു വന്നത്. എൻ്റെ ലൈഫിന് കൂടുതൽ നന്ദിയോടെ കാണാനായിട്ട് എനിക്ക് കുറേ കൂടെ പറ്റിയത് ഈ കുട്ടികളെ കണ്ടപ്പോഴും അവരുടെ കൂടെ എനിക്ക് ഇടപഴകിയതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കൂടുതൽ കാര്യങ്ങൾ അവരെന്നെയും ഓരോ ദിവസവും പഠിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ഇതെനിക്കൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് സ്നേഹവും സൗഹൃദവും സന്തോഷവും ഒക്കെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്.
കുട്ടികളുടെ പരിചരണം, കരുതൽ, അവരുടെ സുരക്ഷിതമായ ഭാവി, ഇവയെല്ലാം മദർ ആൻഡ് ചൈൽഡ് പ്രശംസനീയമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിൻ്റെ അടയാളപ്പെടുത്തലുകൾ ഏറെയുണ്ട്. ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളുടെ കാര്യങ്ങളാണ് ഞങ്ങൾ ഇതിനകത്ത് കൂടുതലും ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബ്രോക്കൺ ഫാമിലിയിൽ നിന്നുള്ള കുട്ടികൾ, അല്ലാതെ മറ്റ് വീട്ടിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ വളരുന്ന കുട്ടികൾ, അങ്ങനെ പല രീതിയിലുള്ള കുട്ടികളെ ഉണ്ട്. അപ്പോൾ 18 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ സാധാരണ ഇതിൽ എടുക്കുന്നത്. 6 വയസ്സ് വരെയുള്ള കുട്ടികളെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൗണ്ടലി ഹോമിലാണ് നിർത്തുന്നത്. CWCയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതും ഏറ്റവും കൂടുതൽ കുട്ടികളെ അവിടെ പാർപ്പിക്കുന്നതിനുള്ള സൗകര്യമുള്ളതുമാണ് തൊടുപുഴ മൈലക്കൊമ്പിൽ പ്രവർത്തിക്കുന്ന മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ. പ്രായമായ വല്യപ്പനെയും വല്യമ്മയും സംരക്ഷണം ഏൽപ്പിച്ചിട്ട് അച്ഛൻ്റെ വഴിക്കും അമ്മയുടെ വഴിക്കും കടന്നു പോകുന്ന ഒരവസ്ഥ കുട്ടികളെ വല്ലാത്ത സമ്മർദ്ദത്തിൽ, മാനസിക സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് അവർ കൂടുതലും ഈ വഴിവെട്ട മേഖലയിലേക്ക് കടന്നു പോകുന്നത് എന്നൊക്കെയാണ് ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 18 വയസ്സ് കഴിഞ്ഞാലും സർക്കാർ ഈ കുട്ടികളെയൊന്നും കൈവിടുന്നില്ല. അവർക്ക് ആഫ്റ്റർ കെയർ ഹോമിൽ താമസിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സ്വയം പര്യാപ്തത നേടാനുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കും. പോക്സോ കേസിൽ ഉൾപ്പെടുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, പിന്നെ അൺമാരീഡ് മദേഴ്സ്, അവിവാഹിതരായ അമ്മമാരുടെ മക്കൾ, അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പോക്സോ കേസിൽ ഉൾപ്പെടുന്ന കുട്ടികൾക്ക് അവരുടെ കുഞ്ഞുങ്ങളെ ദത്ത് നൽകാനുള്ള അവകാശമുണ്ട്. അതിനായി അവർക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ വന്ന് കുഞ്ഞുങ്ങളെ ലീഗലായിട്ട് അവർക്ക് സറണ്ടർ ചെയ്യാം. അതിനുള്ള സംവിധാനമെല്ലാം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഒരുക്കുന്നതും, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ആ ഫൗണ്ടലിംഗ് ഹോമിലാക്കി 60 ദിവസം വരെ ആ കുഞ്ഞിനെ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നില്ലാത്ത പക്ഷം 61ാം ദിവസം ആ സ്ഥാപനം ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ എന്ന ഒരു പ്രൊസീജിയറിനായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ സമീപിക്കുന്നതും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആ കുഞ്ഞിനെ ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ ആക്കി വിടുന്നതുമാണ്. ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞാൽ NGOയും ഈ അഡോപ്റ്റഡ് പാരൻസ്, കളക്ടറാണ് അതിൻ്റെ അതോറിറ്റി. കളക്ടർക്ക് കുഞ്ഞിനെ ദത്ത് കൊടുക്കാനായി അപേക്ഷ കൊടുക്കുന്നതും കളക്ടർ ഫൈനൽ ഓർഡറായി ആ കുഞ്ഞിനെ ഈ പാരൻസിന് ദത്ത് നൽകുന്നതുമാണ്. അതാണ് അഡോപ്ഷൻ പ്രൊസീജിയർ. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ഡോക്ടർ PC ജോർജിന്റെ നേതൃത്വത്തിൽ പരിഹാരം കണ്ടെത്തുന്നു. മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനുമായിട്ടുള്ള എൻ്റെ ബന്ധം ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതലുള്ളതാണ്. ഇവിടുത്തെ ഈ കുഞ്ഞുങ്ങളെ പരിചരിക്കുകയും അവരുടെ ആരോഗ്യകാര്യങ്ങൾ, അവരുടെ രോഗാവസ്ഥയിൽ അവരെ പ്രത്യേകം ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേക സന്തോഷം എനിക്ക് എപ്പോഴും ലഭിക്കുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഇന്ന് വരെ ഈ മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് ഞാൻ. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ആദർശ് ബോയ്സ് ഹോം പ്രാർത്ഥനയും പഠനവും കൃത്യനിഷ്ഠയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആൺകുട്ടികളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും അവയ്ക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും 2 സാമൂഹ്യ പ്രവർത്തകർ ആദർശ് ബോയ്സ് ഹോമിലുണ്ട്. ജോയ്സ് P. എബ്രഹാമും ബേസിൽ കുര്യാക്കോസും. ഇന്നത്തെ കാലത്ത് കുട്ടികൾ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ വരെയാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും അതിന് അടിമകളായി തീരുകയും ചെയ്യുന്നത്. ആയതിനാൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ നേർവഴി പറഞ്ഞു കൊടുത്ത് അവർ നല്ല സമൂഹത്തിന് കൊള്ളാകുന്നവരായി തീരുവാൻ വേണ്ടി എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ MSW പഠനശേഷം മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലെ ആദർശ് ബോയ്സ് ഹോമിൽ ഒരു സോഷ്യൽ വർക്കറായി ജോയിൻ ചെയ്തത്. മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷന് കീഴിലുള്ള ആദർശ് ബോയ്സ് ഹോമിൽ നിലവിൽ 6 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണുള്ളത്. കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനുമുള്ള എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ കിട്ടുന്ന അതേ സുരക്ഷിതത്വവും ശ്രദ്ധയും ഇവിടെയും ലഭിക്കുന്നു. മാനസിക പ്രയാസങ്ങളും പ്രശ്നങ്ങളുമുള്ള ഒട്ടേറെ കുട്ടികളുണ്ട്. അവരുടെ പ്രയാസങ്ങളെ അകറ്റി പഠനത്തിൽ മികവ് തെളിയിച്ച് മികച്ച പൗരന്മാരാക്കാനുള്ള ശ്രദ്ധാപൂർവമായ ജീവിത ശൈലികൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. കൈവിട്ടു പോയേക്കാവുന്ന ഒരു ബാല്യത്തെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. ഞാൻ 4ാം ക്ലാസ് വെച്ചാണ് ഇവിടെ വന്നത്. 4ാം ക്ലാസ് മുതൽ ഇവിടെയാണ്. ഇപ്പോൾ LLB പഠിക്കുന്നത്. LLB ഫസ്റ്റ് ഇയറിൽ അല്ലസർ ലോ കോളേജിൽ. ഇവരുടെ സന്തോഷങ്ങൾ പാട്ടായും ചിത്രങ്ങളായും മത്സരങ്ങളിലെ വിജയങ്ങളായും മദർ ആൻഡ് ചൈൽഡിൽ നിറയുന്നു.
ഓരോ മനുഷ്യനും ഓരോ നിയോഗമുണ്ട്. അവരുടെ കർമ്മകാണ്ഡത്തിൽ രേഖപ്പെടുത്തിയ ജീവിത നിയോഗം. ജോഷി മാത്യുവിനും ഭാര്യ സ്നേഹ എന്ന ബിൻസി ജോഷിക്കും ചെയ്തു തീർക്കാനുള്ള കർമ്മങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയെന്നതാണ്. തങ്ങളുടെ മക്കളെ പോലെ തന്നെ മദർ ആൻഡ് ചൈൽഡിലെത്തുന്ന ഓരോ കുട്ടിയെയും ഇവർ കാണുന്നു, വേർതിരിവോ വ്യത്യാസമോ ഇല്ലാതെ. ഈ മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലെ സേവനം ഞങ്ങൾക്കൊരു ദൈവനിയോഗമാണ്. കാരണം നമ്മുടെ ആത്മാവും ഹൃദയവും മനസ്സും ശരീരവും ഇതിനകത്ത് കംപ്ലീറ്റ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 25 വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ 2000-ത്തിലധികം കുഞ്ഞുങ്ങളും 1000-ത്തിലധികം അമ്മമാരും ഇവിടെ ആശ്രയം തേടി വന്നു എന്നുള്ളതും, അതിനേക്കാൾ ഉപരി നഷ്ടപ്പെട്ടു പോകാമായിരുന്ന ജീവിതങ്ങളെ കൈപിടിച്ച് സ്വയം പര്യാപ്തതയിലേക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും എത്തിക്കാൻ പറ്റി എന്നുള്ളത് എത്ര പറഞ്ഞാലും തീരാത്ത സംതൃപ്തിയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് അവർ ഓരോരുത്തരും അനുഭവിക്കുന്ന ഭീകരമായ അരക്ഷിതാവസ്ഥ നമുക്കാർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റാവുന്നതല്ല. നമ്മളൊക്കെ ഒരു 9 ആയുസ് അനുഭവിച്ചാൽ തീരാത്തിടത്തോളം ദുഃഖം ഈ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ശുശ്രൂഷ അത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന ആത്മസംതൃപ്തിയാണ് ഇതിനകത്തെ ആകെ ലാഭം. ഇവിടെ എത്തുന്ന ഓരോ കുട്ടിക്കും ഓരോ കഥയുണ്ട്, അതോടൊപ്പം അമ്മമാർക്കും. പക്ഷേ കഥകളൊന്നും ഇവിടെ വിസ്തരിക്കപ്പെടാറില്ല. ഇവിടെ എല്ലാവരും ഈ സ്നേഹ വീട്ടിലെ അംഗങ്ങളാണ്. ഇവിടെ സാമൂഹിക പ്രവർത്തകയായി എത്തുന്നവരും കുടുംബാംഗമായി മാറുന്നു. ഏറെ ആശങ്കകളോടെ വന്നവർ പോലും കുഞ്ഞുങ്ങളോടൊപ്പം കഴിയുമ്പോൾ ആശങ്കകൾ ആഹ്ലാദത്തിന് വഴിമാറുന്നു. വന്നപ്പോൾ തന്നെ കുട്ടികളെക്കുറിച്ച് ചേച്ചി പറഞ്ഞതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമൊന്നും കണ്ടില്ല. പക്ഷേ അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കുമോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികളുമായിട്ട് എൻഗേജ്ഡ് ആയി തുടങ്ങിയപ്പോൾ ആ ഒരു ഇഷ്യൂ ഇല്ല. പിള്ളേരുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ പോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ കാര്യങ്ങളിൽ വളരെ സപ്പോർട്ടീവായിട്ടൊരു മാനേജ്മെൻറ്റ് നമുക്കുള്ളത് കൊണ്ട് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ജസ് മാത്യു ജോഷി. താരാട്ടിൻ്റെ മാധുര്യം അനുഭവിച്ചറിയാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്കായി ഒരു താരാട്ടിൻ മാധുര്യം തീർക്കുന്നു. അപ്പോൾ കുഞ്ഞു മനസ്സുകളിലെ ദുഃഖം മാഞ്ഞു പോകുന്നു. സംഗീത സാന്ദ്രമാണ് ഇവരുടെ സായാഹ്നങ്ങൾ, സന്ധ്യകൾ. പാട്ടിന് കാതോർത്തിരിക്കുന്നവർ, പാടുന്നവർ. കുട്ടികളുടെ നൈസർഗികമായ കലാവാസനകളെ പരിപോഷിപ്പിക്കാൻ സംഗീതോപകരണങ്ങളും പരിശീലകരും മദർ ആൻഡ് ചൈൽഡിലുണ്ട്. മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ ഇടുക്കി ജില്ലയിലെ ഒരു മഹാപ്രസ്ഥാനമായി വളർന്ന് പടർന്ന് പന്തലിച്ചത് മത്തായി മാത്യു, ഏലിയാമ്മ മാത്യു എന്ന ഒരച്ഛൻ്റെയും അമ്മയുടെയും സൗഭാഗ്യം കൊണ്ടാണ്. ആ സൗഭാഗ്യം നെഞ്ചേറ്റി അനേകം കുഞ്ഞുങ്ങൾക്കും നിരാലംബരായിപ്പോയ അമ്മമാർക്കും ആശ്രയമായി കാരുണ്യത്തിൽ അധിഷ്ഠിതമായ യാത്ര തുടരുന്നു. അപ്പോൾ ഒരു സ്നേഹപ്രവാഹമായി ദുഃഖവിമുക്തമായ ഒരു മനസ്സ് പാടുകയാണ്. കണ്ണോട് കാൺവതെല്ലാം തലവാ കண்களுக்கு சொந்தமில்லை நீயே கண்களுக்கு சொந்தமில்லை கண்ணோடு மணியாய்